ഹായ് എവരിവൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആണ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഫ്രം ദി ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടേക്കൺ 4 അറ്റ് എ ടൈം ഇസ് ഈക്വൽ ടു. അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വേർഡിൽ നിന്നും നമുക്ക് അറിയാം, അതിൽ ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാത്ത ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡിൽ നിന്നും നമുക്ക് 4 ലെറ്ററുകൾ ചൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് വേർഡ്സുകൾ ഫോം ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐ എത്ര ഉണ്ട്? ഐ 3 ഐകളുണ്ട് അല്ലേ? ഡിസ്ട്രിബ്യൂഷനിൽ 3 ഐകളുണ്ട്. അതുപോലെ 2 ടീകളുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഡി ഉണ്ട്, എസ് ഉണ്ട്, ആർ, ബി, യു, ഒ, എൻ. നോക്കാം, 2, 4, 6, 7, 9, 3, 12. ടോട്ടൽ എണ്ണി നോക്കണേ. 2, 4, 6, 8, 10, 12. ഇതാണ്. അപ്പോൾ 3 ഐയും 2 ടിയും ബാക്കിയെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ പല കേസുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതും ചെയ്യാത്തതൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം എടുക്കുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ കേസിൽ നമ്മൾ പറയുന്നത് 3 ലെറ്റർ റിപ്പീറ്റും. അത് നമുക്ക് എപ്പോഴും വേണ്ടത് 4 ലെറ്റർ, 4 സ്ലോട്ടുകളാണ്. ഈ 4 സ്ലോട്ടുകളിൽ ലെറ്ററുകൾ ഫില്ല് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. ഇതിൽ ഒന്നാമത്തെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നു, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എക്സ് 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 എന്ന് ഞാൻ എഴുതുന്നു, ഇവിടെ വൈ എഴുതുന്നു. അതിനർത്ഥം എന്താണ്? എക്സ് 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 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ഒരേ ലെറ്ററുകളും 1 വേറൊന്നുമാണ്, 1 ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ എക്സ് 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 വൈ എന്ന് പറയുമ്പോൾ 3 ലെറ്റർ ഒരേപോലത്തെ ലെറ്ററുകളാണ്, മറ്റത് 1 വൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 3 ലെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ആ 3 ഐകൾ ചൂസ് ചെയ്യണം. കാര്യം ആ ഒരൊറ്റ ചോയ്സേ നമുക്കുള്ളൂ. 3 ലെറ്റർ ഒരേപോലെ വരുന്നത് 3 ഐകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ള നോക്കുക, ഇത് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം. ഇത് വരുന്നത് 2, 4, 6, 7 ആണ്. ഇവിടെ നിന്നൊരു ടീയും കൂടെ എടുക്കുക, അങ്ങനെ 8 ആയി. ഈ 8 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക. 8 ലെറ്റേഴ്സ്, അതായത് ഒരു ടീയും ബാക്കി ഡി എസ് ആർ ബി യു ഒ എൻ, അതിൽ നിന്ന് 7 എണ്ണം, പിന്നെ ഒരു ടീയും, അങ്ങനെ 8 എണ്ണം. ഈ 8 എണ്ണത്തിൽ നിന്ന് ഒരു ലെറ്റർ നമ്മൾ ചൂസ് ചെയ്യുന്നു. ബാക്കി 3 ഐകളാണ് അല്ലേ? അപ്പോൾ നമുക്ക് 4 ലെറ്ററുകളായി. അപ്പോൾ 4 ലെറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് 4 ഫാക്ടോറിയൽ. പക്ഷെ അവിടെ 3 ഐകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ബൈ 3 ഫാക്ടോറിയൽ. ഇതിന് ആൻസർ വരുന്നത് 8 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 എന്നാണ്. ഇതിന് ആൻസർ വരുന്നത് എത്രയാണ്? 32 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ എടുക്കുന്നത് 2 ലെറ്റർ സെയിം ആയിട്ട് വരുന്ന സിറ്റുവേഷൻ. അതായത് 2 എക്സ് 2 വൈ ആണ്. അതായത് 2 ലെറ്ററുകൾ സെയിം ആയിട്ട് വരിക. ഉദാഹരണത്തിന് 2 ഐകൾ എടുക്കാം, 2 ടീകൾ എടുക്കാം, അങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിക്കും പറഞ്ഞാൽ 2 ഐയും 2 ടീയും മതി. അപ്പോൾ ടോട്ടൽ 4 ലെറ്റേഴ്സായി. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 2 × 2 4 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരിക. മനസ്സിലായോ? അതായത് 2 ലെറ്റർ സെയിം. ഇപ്പോൾ 2 ഐയും 2 ടീയും, മൊത്തം 4 ലെറ്റർ മതി. അപ്പോൾ 2 ഐയും 2 ടീൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ആണ്. നേരെ ആൻസർ 6 കിട്ടി. ഇനി മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നോക്കാം. മൂന്നാമത്തെ കേസ് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ 2 ലെറ്റർ ഒരേപോലെ എടുക്കുകയാണ്. 2 ലെറ്റർ ഒരേപോലെ എടുക്കുന്നു, പിന്നെ 1 വൈയും പിന്നെ 1 സെഡും. എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? അതായത് 2 ലെറ്റർ ഒരേപോലെ ഉള്ളതും പിന്നെ വൈയും പിന്നെ സെഡും, അതായത് ബാക്കിയുള്ള 2 എണ്ണം ഡിഫറൻറ്റുമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 2 ഐകൾ ഞാൻ ചൂസ് ചെയ്ത് വെക്കുന്നു, 2 ടി ചൂസ് ചെയ്ത് വെക്കുന്നു, ബാക്കി ഒരു ഐ ഉണ്ട്, പിന്നെ ഒരു ഡി ഉണ്ട്, എസ് ഉണ്ട്, ആർ ഉണ്ട്, ബി ഉണ്ട്, യു ഉണ്ട്, ഒ ഉണ്ട്, എൻ ഉണ്ട്. അപ്പോൾ ഇതൊരു പാക്കാണ്. ഈ 2 പാക്കിൽ നിന്നും ഏതെങ്കിലും ഒരു പാക്ക് ചൂസ് ചെയ്ത് നമുക്ക് 2 ലെറ്റർ കിട്ടും. ഈ 2 പാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു പാക്ക് ചൂസ് ചെയ്യാന്ന് പറയുന്നത്, അതായത് 2 ലെറ്റർ ഒരേപോലെ വരിക എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ 2 ഐ അല്ലെങ്കിൽ 2 ടി. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി. അത് 2 ചോയ്സിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറയുന്നത് 2C1. ഓക്കെ, ഇൻറ്റു ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സിൽ നിന്നും, അതായത് 2 ചോയ്സിൽ നിന്ന് ഒരു ചോയ്സ് ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 2 ലെറ്ററാണ്. ഇനി ബാക്കി 2 ലെറ്റർ വേണം.
ബാക്കി 2 ലെറ്റർ 8C2 ആണ്. കാര്യം ബാക്കി 8 2 ചൂസ് ചെയ്താൽ മതി. പക്ഷേ ഇൻറ്റു എന്ത് ചെയ്യണം? അവിടെ 4 ഫാക്ടോറിയൽ വരുന്നുണ്ട്. കാര്യം 4 അറേഞ്ച്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ അതിൽ 2 I റിപ്പീറ്റ് ആണ്. സോ 2 ഫാക്ടോറിയൽ ചെയ്യണം. അപ്പോൾ 2 × 8 × 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ നമുക്ക് വരുന്നത് 24/2 ആണ്. ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 56 × 12 ആണ് വരിക. സോ ഇഫ് യു മൾട്ടിപ്ലൈ ദീസ് ടു യു വിൽ ഗെറ്റ് ആൻസർ ആസ് 672. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത് 672. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മൂന്നാമത്തെ കേസ് കഴിഞ്ഞു. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതാണ്. നാലാമത്തെ കേസ് എന്ന് പറയുന്നത് നോക്കാം. നാലാമത്തെ കേസിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അതായത് 4 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്, അതായത് ഒന്ന് എക്സ് ആണ്, ഒന്ന് വൈ ആണ്, ഒന്ന് എക്സ്, ഒന്ന് വൈ, ഒന്ന് സെഡ്, പിന്നെ ഒന്ന് ഡബ്ല്യു. 4 ഡിഫറെൻ്റ് ആണ്. 4 ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? 8 എണ്ണത്തിൽ നിന്ന്, അതായത് ഒരു ഐ എടുക്കുന്നു, ഒരു ടി എടുക്കുന്നു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി 7 എണ്ണം ഉണ്ട് അല്ലേ? DS അങ്ങോട്ടൊക്കെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ 7 × 2 9 ആണ്. 9 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം ചൂസ് ചെയ്യലാണ്. ഇനി 4 എണ്ണത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. സോ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇവിടെ ഡിവിഷൻ വേണ്ട, ബിക്കോസ് ദർ ഇസ് നോ ലെറ്റർ റിപ്പീറ്റിംഗ്. സോ 9C4 ചെയ്യുന്ന സമയത്ത് 9 × 8 × 7 × 6 ഡിവൈഡ് ബൈ 1 2 3 4 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഈസ് 24. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3024 ആണ് കേട്ടോ. 3024 ഈസ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്യലാണ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആൻസർ 32 ആണ്. രണ്ടാമത് കിട്ടിയത് 6 ആണ്. മൂന്നാമത്തെ കേസ് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്? 672 ആണ്. നാലാമത്തെ കേസ് കിട്ടിയിരിക്കുന്ന ആൻസർ 3024 ആണ് അല്ലേ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ആൻസർ ആസ് 3734 ആണ് കേട്ടോ. 3734 ഈസ് ദ ഫൈനൽ ആൻസർ. 3734 ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ 3 ലെറ്റർ ഒരേപോലെയും ഒന്ന് ഡിഫറെൻ്റ് എടുക്കുന്നു, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ, പിന്നെ 2 സെയിം, അടുത്ത 2 സെയിം, അതായത് 4 ലെറ്ററുകൾ മതി, അതിൽ 2 സെയിം ആയിട്ട് വരുന്നതാണ് എടുക്കുന്നത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ. ഇനി അടുത്തത് 2 സെയിം, ബാക്കി 2 ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, പിന്നെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ സിറ്റുവേഷൻ അനുസരിച്ച് ചൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ദ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പോസിബിലിറ്റീസും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.